കോട്ടയത്ത് മുർഷിദാബാദ് സ്വദേശിയുടെ കൊലപാതകത്തിൽ നിർണായക തെളിവെടുപ്പ് നടക്കുകയാണ്. ഭർത്താവ് സോണി മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. അഖിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. അഖിൽ, ഈ ഭാര്യയെ കൊന്നു കുഴിച്ചിട്ടതാണ് എന്നുള്ള സംശയത്തിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് പ്രതിയെ എത്തിച്ചിരിക്കുകയാണോ? തെളിവെടുപ്പ് നടക്കാൻ പോകുന്നു അല്ലേ? റഷി, ഇപ്പോൾ ഈ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുകയാണ് എന്നുള്ളതാണ്. എവിടെയാണ് കുഴിച്ചിട്ടത്, അതായത് ഭാര്യ അൽപ്പനെ എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന കാര്യം വിശദമായി തന്നെ സോണി പോലീസ് സംഘത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിലേറെ നിർണായകമായ CCTV, നമ്മൾ ആദ്യഘട്ടത്തിൽ പറയുന്ന ഒരു നിർണായകമായ CCTV ദൃശ്യമാണ്. അതായത് തൊട്ട് താഴത്തെ വീട്ടിലൂടെ ഈ സോണി ഈ 14-ാം തീയതി രാവിലെ 7:15 ഈ മുകളിലേക്ക് ഈ ഭാര്യയുമായി അൽപ്പനയുമായി കയറി വരുന്നു. പിന്നാലെ തിരികെ 7:45 തിരികെ ഇറങ്ങി പോകുമ്പോൾ സോണിക്കൊപ്പം ഭാര്യ അൽപ്പന ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പോലീസിന് വലിയ സംശയമുണ്ടായത്. ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇന്നലെ ഇയാൾ നാടുവിട, അതായത് 2 മക്കളെയും കുട്ടി നാടുവിടാനുള്ള ശ്രമം നടത്തിയത്. പിന്നാലെ പോലീസ് റെയിൽവേ പോലീസിന് വിവരം അറിയിക്കുകയും എറണാകുളത്ത് വെച്ച് ഇയാളെ പിടികൂടുകയും ചെയ്തു. തുടർന്ന് ഇന്നലെ രാത്രി തന്നെ അയർകുന്നം പോലീസ് ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ സംഭവം അതായത് കുറ്റം പ്രതി സമ്മതിച്ചിരുന്നു. പക്ഷേ പോലീസിന് ഇവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നതുവരെ അത് അയാൾ ഇന്ന ആളുടേതാണ്, മൃതദേഹം പുറത്തെടുക്കുന്നത് ഇന്ന ആളുടേതാണെന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമുണ്ടായത്. പക്ഷേ ഇത് കൊലപാതകമാണ് എന്ന കൃത്യമായ ഒരു കണ്ടെത്തലിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞതിനുള്ള സാഹചര്യ തെളിവുകളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഏറെ കുറച്ചു കാലമായി തന്നെ ഈ സോണിയും അതുപോലെ തന്നെ ഭാര്യ അൽപ്പനയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില അൽപ്പനയ്ക്ക് ചില മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു സംശയം അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇയാൾ പരാതി നൽകിയത്, അതായത് ഈ 14-ാം തീയതി ഭാര്യയെ കാണാതായിട്ട് 16-ാം തീയതിയാണ് ഇയാൾ അയർക്കുന്നം പോലീസിൽ പരാതി നൽകുന്നത്. അയർക്കുന്നം പോലീസിൽ നൽകിയ പരാതി എന്ന് പറയുന്നത് ഭാര്യ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി പോയി എന്ന തരത്തിലുള്ള ഒരു പരാതിയായിരുന്നു പോലീസിൽ നൽകിയിരുന്നത് എന്നുള്ളതാണ്. ഇതിൽ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ആ അന്വേഷണത്തിലൂടെയാണ് ഇപ്പോൾ എന്തായാലും ഇതൊരു കൊലപാതകമാണെന്നും അത് ഈ ഭാര്യ തന്നെ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്നും ഈ കുടുംബ വഴക്കിനെ തുടർന്നുള്ള ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇയാൾ ഈ ജോലി ചെയ്തിരുന്ന വീട്, അതായത് ഇപ്പോൾ ഈ നിൽക്കുന്ന വീട്ടിലേക്ക് ഇയാൾ ആദ്യം ഒറ്റയ്ക്കാണ് ജോലിക്ക് എത്തുന്നത്. അതിനുശേഷം ഒരു സഹായിയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വീടിന്റെ നിർമ്മാണമൊക്കെ ഏകദേശം പൂർത്തിയായി. ഈ വീടിന്റെ ചുറ്റുവട്ടത്തെ മുറ്റത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് അത് ലെവലാക്കുന്ന ഒരു നടപടി, ആ ജോലിയായിരുന്നു ഈ സോണി ചെയ്തിരുന്നത്. അതിന്റെ ഒരാളുടെ സഹായമുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യയെ ചില ദിവസങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത്തരത്തിലൊരു ദിവസം പിന്നീടാണ് ഈ ഭാര്യയുമായി ഇവിടെ ആ ദിവസം, അതായത് 14-ാം തീയതി രാവിലെ നേരത്തെ തന്നെ രാവിലെ 7 മണിയോട് കൂടി തന്നെ എത്തി ഈ കൊലപാതകം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവ സ്ഥലത്തേക്കുള്ള തെളിവെടുപ്പ്, അതായത് നേരത്തെ തന്നെ ഇത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായി വിവരങ്ങൾ ഈ പ്രതി പോലീസിനെ പറഞ്ഞു നൽകുന്നുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഈ സ്ഥലത്ത്, അതായത് ഈ മൃതദേഹം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുഴിച്ച് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തും ഇപ്പോൾ എന്തായാലും ഉണ്ടാകുന്നത്. അതിലേക്ക് ആ ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ ഈ മൃതദേഹം പുറത്തെടുത്തിന് ഔദ്യോഗികമായി ഇത് അൽപ്പനയുടേതാണ് തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം 5 ദിവസത്തോളം പഴക്കമുണ്ട്. സ്വാഭാവികമായും ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടാകും, അത് ക്ഷീണിച്ച അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാകും എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതൊരു സ്ഥിരീകരിക്കേണ്ട കാര്യമുണ്ട് എന്നാണ്. അപ്പോൾ എന്തായാലും മറ്റു ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത ജില്ലാ പോലീസ് മേധാവി അടക്കം ഇവിടേക്ക് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ വീടിൽ മൃതദേഹം കുഴിച്ച പുറത്തേക്ക് എടുക്കുന്ന അതിന്റെ പരിശോധനകൾ നടത്തുകയാണെന്നുള്ളതാണ്. ഇയാൾ ഈ ഭാര്യയുമായി ഉണ്ടായിരുന്ന കുറച്ചു കാലം, അതായത് 3 വർഷത്തോളമായി സോണിയും ഭാര്യ അൽപ്പനയും ഇവിടെ ഈ അയർകുന്നം മേഖലയിൽ തന്നെ താമസിച്ച് ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ഇയാൾ പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളാണ് ഇവർ എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശികളാണ് ഇവർ. അത്തരത്തിൽ കുറെ കാലമായി തന്നെ ഇവർ ഇവിടെ വന്ന് ജോലി ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഈ ഇത്തരത്തിലൊരു ബന്ധം, അതായത് മറ്റൊരാളുമായുള്ള ഒരു ബന്ധമുണ്ട് എന്ന സംശയവും അതിനെ തുടർന്നുള്ള തർക്കമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. കാരണം ഇയാൾ നൽകിയ പരാതിയിലും അത്തരത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായത് മറ്റൊരാളൊപ്പം പോയി എന്നാണ്. 14-ാം തീയതി കാണാതാകുമ്പോൾ 16-ാം തീയതി പരാതി, 2 ദിവസത്തിന് ശേഷം പരാതി നൽകുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളും അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസ് ഈ അന്വേഷണം കൃത്യമായി അന്വേഷണം നടത്തി വരുന്ന പരിശോധന ഒക്കെ നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ CCTV ദൃശ്യം, നിർണായകമായ കേസിലേറെ നിർണായകമായത് ഈ CCTV ദൃശ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 7:15 കൂടി പോകുന്നു. പിന്നീട് 7:45 തിരികെ പോകുമ്പോൾ ഒപ്പം വന്ന ഭാര്യ അൽപ്പന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ CCTV ദൃശ്യം വരുന്നത്. അതിലൂടെ പോലീസ് ഏറെക്കുറെ ഇതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ഇതിന് ഈ അൽപ്പനയുടെ തിരോധാനത്തിന് പിന്നിൽ സോണിയാണ് എന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കും മുൻപ് ഇയാൾ 2 കുട്ടികളുമായി പെട്ടെന്ന് നാടുവിടുകയാണ്. അതിലാണ് ദ്രുതഗതിയിൽ പോലീസിന്റെ ഒരു നീക്കം ഉണ്ടാകുന്നത്. റെയിൽവേ പോലീസിന് വിവരമറിയിക്കുകയും എറണാകുളത്ത് നിന്നും ഇന്നലെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ കൃത്യമായി പ്രതി കുറ്റം സമ്മതിച്ചിട്ടുള്ള ആ സ്ഥലങ്ങളാണ് നമ്മൾ നേരത്തെ ആദ്യം കണ്ടതുപോലെ തന്നെ. ആ സ്ഥലങ്ങളാണ് ഇപ്പോൾ പ്രതി കൃത്യം എവിടെയാണ് കുഴിച്ചിട്ടത്. അതായത് ഈ നിർമ്മാണം നടക്കുന്ന ഈ വീടിന് നേരെ പുറകുവശത്തായിട്ടുള്ള ഭാഗത്ത് കാണിക്കുന്നത് രാവിലെ തന്നെ, അതായത് ഇതിപ്പോൾ 2ാം തവണയാണ് പ്രതിയുമായി പോലീസ് ഇവിടേക്ക് എത്തുന്നത്. രാവിലെ ഒരു തവണ പ്രതിയുമായി ഇവിടേക്ക് എത്തുകയും പോലീസ് ഈ സ്ഥലം, അതായത് നേരത്തെ തന്നെ ഒരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും വീണ്ടും ഇയാളുമായി എത്തി ആ സ്ഥലം, അതായത് ഈ പറയപ്പെടുന്ന സ്ഥലം കുഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ദുർഗന്ധം, വലിയ രീതിയിലുള്ള ദുർഗന്ധം പുറത്തേക്ക് വമിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ആ സ്ഥലത്തുള്ള പരിശോധന, കൃത്യമായ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും ആ സ്ഥലത്തെ കുഴിക്കുകയാണ്, അതായത് ഇയാൾ കാണിച്ചു നൽകിയിരിക്കുന്ന ആ ഭാഗത്ത് കുഴിയെടുത്ത് പരിശോധന നടത്തുകയാണ് പോലീസ് സംഘം.
ഇതിൽ കുഴിച്ചു തുടങ്ങിയിരിക്കുന്നു അഖിൽ. ദുർഗന്ധമടക്കം വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. എല്ലാവരും മൂക്കത്ത് കൈവയ്ക്കുകയും മാസ്ക് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൃതദേഹം അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെ ഒരു ഉറപ്പ് വരികയാണ്. ഈ സോണിയുടെ മൊഴി, സോണി ഒറ്റയ്ക്ക് തന്നെയാണോ ഭാര്യയെ ഇങ്ങനെ കൊന്നത്? ഈ ഭാര്യയുമായുള്ള പ്രശ്നങ്ങളൊക്കെ എത്ര കാലമായി തുടങ്ങിയിട്ട് അത് പ്രദേശവാസികൾക്കൊക്കെ അറിയാമോ? അങ്ങനെ എന്തെങ്കിലും മൊഴിയൊക്കെ സോണി കൊടുത്തിട്ടുണ്ടോ? കുറച്ചു കാലമായി ഈ ഭാര്യയുമായി പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ, അതായത് ഈ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ചു കാലമായി ഇയാൾ ഉണ്ട് എന്നുള്ളത്, മർദ്ദിക്കും, ഭാര്യ പലപ്പോഴും മർദ്ദിക്കാറില്ല എന്നും പറയുന്നു. ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റാളുടെയും സഹായമില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. സോണി ഒറ്റയ്ക്ക് തന്നെയാണ് കുറ്റകൃത്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച്, അതായത് ഇപ്പൊ എങ്ങനെ കൊലപാതകം നടത്തി എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത, അത് കൃത്യമായി തന്നെ പോലീസിന്റെ ഈ വിശദമായി മൃതദേഹം പുറത്തെടുത്ത ശേഷം വിശദമായ ചോദ്യം ചെയ്യലൂടെ പോലീസിന് അതിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വീടിന്റെ പാലുകാസല പുതിയ വീടാണ്, നിർമ്മാണം പൂർത്തിയാവുന്നേ ഉള്ളൂ. ഈ വീട്ടിന്റെ നിർമ്മാണം പൂർത്തിയാകേണ്ടതാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പുതിയ വീടാണ്, നിർമ്മാണം മൊത്തത്തിൽ പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ പുറകുവശത്ത് കൃത്യമായി തന്നെ ഇത് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇയാൾ ഈ സ്ഥലം നേരത്തെ നോട്ടം വെച്ചിരിക്കുന്നു. കാരണം ഇയാളിവിടെ പണിക്ക് വരുന്നു, ഈ സ്ഥലം മനസ്സിലാക്കി വെക്കുന്നു. അതിനുശേഷമാണ് ഈ ഭാര്യയെയും ഇവിടേക്ക് ജോലിക്ക് കൊണ്ടുവരുന്നു. പിന്നീട് ഇയാൾ ഇത്തരത്തിലൊരു കൊലപാതകം, അതായത് ഈ വലിയൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെ. എന്തായാലും ഇപ്പോൾ പോലീസ് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു. ആഴത്തിലേക്കുള്ള കുഴി എടുക്കുകയാണ്. മൃതദേഹം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഈ ഇവിടെ തന്നെയാണ് കുഴിച്ചിട്ടെന്ന് കൃത്യമായി മൊഴി നൽകുന്നു. പോലീസ് കൃത്യമായി നേരത്തെ തന്നെ കൃത്യമായി മനസ്സിലാക്കി ഇതിലൊരു പഴുതില്ലാത്ത രീതിയിൽ കൃത്യമായി പരിശോധന നടത്തി വരികയാണ്. പതുക്കെ അതായത് അത്ര ദ്രുതഗതിയിലല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അത്ര വേഗത്തിലല്ല ഈ കൈക്കോട്ടുകൊണ്ട് ഈ കുഴി എടുക്കുന്നത്. വളരെ സാവധാനത്തിൽ, അതായത് മൃതദേഹത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വളരെ സാവധാനത്തിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ മൃതദേഹം പുറത്തെടുക്കുന്നതിന് ഇവിടെ നടപടി. അതായത് പെട്ടെന്ന് വ്യക്തി മണ്ണ് മാറ്റുന്ന നടപടിയേക്കല്ല പോകുന്നത്. വളരെ സാവധാനത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കൃത്യമായി കാണാൻ കഴിയുമെന്നുള്ള കാര്യം. അങ്ങനെ വളരെ സാവധാനത്തിൽ തന്നെയാണ് ഇവർ ഈ മണ്ണ് മാറ്റിയെടുക്കുന്നത്. എന്തായാലും ഇതൊരു മുൻകൂട്ടി കരുതിക്കൂട്ടി തയ്യാറാക്കി പദ്ധതി തയ്യാറാക്കി നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്.